വർഷങ്ങൾക്ക് മുൻപുണ്ടായ ചെറിയ തർക്കങ്ങളും വഴക്കും മനസ്സിലിട്ട് നടന്ന് പ്രതികാരം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഏത് സമയവും പൊട്ടിത്തെറിക്കും, തക്കം കിട്ടിയാൽ ആക്രമിക്കും. പാലക്കാട് പട്ടാമ്പിയിൽ വീട് കയറി യുവാവിനെയും 9 വയസ്സുകാരനായ മകനെയും മർദ്ദിച്ചത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ്. കൊപ്പം സ്വദേശി ഷാഹിദിനും മകനുമാണ് മർദ്ദനമേറ്റത്. വീട്ടിലെ സ്ത്രീകൾക്ക് നേരെയും കയ്യേറ്റമുണ്ടായതായി പരാതിയുണ്ട്. സംഭവത്തിൽ 4 പേരെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. പട്ടാമ്പി കൽപ്പക സ്വദേശി കൊപ്പത്ത് പാറമ്മൽ വീട്ടിൽ ഷാഹിദിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ ഷാജഹാൻ, നിഷാദ് എന്നിവർ മർദ്ദിച്ചു എന്നാണ് പരാതി. രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി ഷാഹിദിനെ വലിയ ചുറ്റിക കൊണ്ട് അടിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. ഒരു 11 മണി ടൈമിലാണ് വീടിന്റെ മരത്ത് ഒരു കാറ് ജീപ്പില് ഒരു 4 ആൾക്കാർ വന്നിട്ട് അപ്പോ ഞാന് ഞങ്ങളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ശബ്ദം കേൾക്കണ കാരണം പുറത്തേക്ക് ഇറങ്ങിയതാണ്. വലിയൊരു പാറ ഇതൊക്കെ ആക്കുന്ന ഒരു ആമർ വന്നിട്ട് അയാൾ എന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് വീശി. അപ്പൊ ആദ്യത്തെ വീശിൽ ഞാൻ മാറി. രണ്ടാമത്തേതില് എന്റെ തലക്ക് വന്ന് ഇതടിച്ചു. തലയുടെ ഇവിടെ അടിച്ചതിൽ പിന്നെ കൂടുതൽ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ കഴുത്തിന് അവിടെ എന്തൊരു ഓസുമാരി സാധനം എന്റെ കഴുത്തിന് ഇവര് 4 ആൾക്കാരുണ്ടായിരുന്നു. 4 ആൾക്കാരിൽ ഒരാൾ കഴുത്തിന് പിടിച്ചിട്ട് ആക്രമണത്തിൽ ഷാഹിദിന്റെ തലയ്ക്കും പുറത്തും ഗുരുതരമായി പരിക്കേറ്റു. തലയിൽ 5 സ്റ്റിച്ചുണ്ട്. അതേസമയം വീട്ടിലുണ്ടായിരുന്ന ഷാഹിദിന്റെ 9 വയസ്സുകാരനായ മകനു നേരെയും ആക്രമണം ഉണ്ടായി. കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തള്ളുകയും ചെയ്തുവെന്ന് കുട്ടി പറഞ്ഞു. ഇത് കേട്ടിട്ട് എന്റെ മകനും വൈഫ് ഇറങ്ങി മകനെ മർദ്ദിക്കാൻ നോക്കി. മകന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഞെരിക്കലും. ഭാര്യനെ ഈ ആമർ എടുത്തിട്ട് നിഷാദ് പറഞ്ഞ ആള് ഭാര്യയുടെ പിന്നാലെ ഓടിയിട്ട് അവളെ തലക്കടിക്കാനൊക്കെ നോക്കി ഇയാള്. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. സാരമായി പരിക്കേറ്റ ഷാഹിദും മകനും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിയിൽ കേസെടുത്ത പോലീസ് ഷാജഹാനെയും നിഷാദിനെയും അറസ്റ്റ് ചെയ്തു. 3 വർഷം മുമ്പ് പ്രതികൾ മറ്റൊരാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഷാഹിദ് തടഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ മർദ്ദനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് 18 പട്ടാമ്പി.